ഖുദ്സിയായ ഹദീസിലൂടെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന 3 ആളുകളെ സംബന്ധിച്ചും അള്ളാഹു ഏറ്റവും വെറുക്കുന്ന 3 ആളുകളെ സംബന്ധിച്ചും നമ്മൾ പഠിപ്പിക്കപ്പെടുന്നു. വഹിബ്ബു സലാസൻ, 3 ആളുകളോട് എനിക്ക് ഇഷ്ടമാണ്. വഹുബ്ബീലി സലാസിൻ അശദ്, ആ 3 പേരോടുള്ള എൻ്റെ സ്നേഹം വളരെ ശക്തവുമാണ്. ഞാൻ അതിയായി സ്നേഹിക്കുന്ന 3 ആളുകളുണ്ട്. ഒന്ന് വഹിബ്ബു തഅയ്യ, എന്നെ വഴിപ്പെടുന്ന ആളുകളോട് എനിക്ക് ഇഷ്ടമാണ്. എന്നാൽ വഹിബ്ബു തഅയ്യ ശാബ, ഒരു ചെറുപ്പക്കാരൻ, ഒരു യുവാവ് എന്നെ വഴിപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ അവനോട് എനിക്ക് വലിയ ഇഷ്ടമാണ്. കാരണം യുവത്വം എന്നുള്ളത് മനുഷ്യനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും പിടിച്ചു വലിക്കുന്ന, പിന്തിരിപ്പിക്കുന്ന പൈശാചികമായ പ്രേരണകൾ കൂടുതലുള്ളൊരു സമയമാണ് യുവത്വം. അപ്പൊ യുവാവായിരിക്കുമ്പോൾ തന്നെ അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ അള്ളാഹുവിന് അവരോട് വലിയ ഇഷ്ടമായിരിക്കും. രണ്ടാമതായി അള്ളാഹു പറയുന്നത്, എനിക്ക് വിനയമുള്ളവരോട് ഇഷ്ടമാണ്. എന്നാൽ സമ്പന്നനായ വിനയമുള്ളവൻ അവനോട് വലിയ ഇഷ്ടമാണ്. സമ്പത്തുണ്ടാകുമ്പോൾ മനുഷ്യന് അഹങ്കാരം കൂടും, പിന്നെ ആളുകളെ വകവയ്ക്കില്ല. എന്നാൽ സമ്പത്തുണ്ടായിട്ടും വിനയം കാണിക്കുന്നെങ്കിൽ അവനോട് എനിക്ക് വലിയ ഇഷ്ടമാണ്. അവൻ്റെ സമ്പത്ത് അവനെ അഹങ്കാരിയാക്കി തീർത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണം. അതുപോലെ ദാനം ചെയ്യുന്ന ആളുകൾ, അവരെ എനിക്ക് ഇഷ്ടമാണ്. എന്നാൽ ഫക്കീറായൊരു ദാനം ചെയ്യുന്നയാൾ, കയ്യിൽ പൈസ ഇല്ല, കാര്യമായിട്ടൊന്നുമില്ല, എന്നാലും ഉള്ളതിൽ നിന്ന് ചെലവഴിക്കുന്നുണ്ട്, സദഖ ചെയ്യുന്നുണ്ട്, അവരോട് എനിക്ക് വലിയ ഇഷ്ടമാണ്. കാരണം അവൻ്റെ സമ്പത്ത് കുറവാണല്ലോ എന്ന് ചിന്തിക്കുന്നില്ല. ഈ 3 കൂട്ടർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളാണ്. എന്നാൽ അള്ളാഹു പറഞ്ഞു, വേറെ 3 ആളുകളുണ്ട്, എനിക്ക് അവരോട് വലിയ വെറുപ്പാണ്. ഏറ്റവും വെറുക്കുന്ന 3 ആളുകളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ്, തെറ്റ് ചെയ്യുന്നവരോട് എനിക്ക് വെറുപ്പുണ്ട്. എന്നാൽ വയസ്സായിട്ടും ഷെയ്ഖ്, പ്രായമായിട്ടും തെറ്റ് ചെയ്യുന്ന ആളുകളോട് എനിക്ക് വലിയ വെറുപ്പാണ്. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ നന്നാകണം. 50 വയസ്സ് കഴിഞ്ഞാൽ നര ബാധിക്കാൻ തുടങ്ങിയാൽ പിന്നെ നന്നാകണം, പിന്നെ തെറ്റുകൾ ചെയ്യരുത്. എന്നിട്ട് തെറ്റ് ചെയ്യുന്നെങ്കിൽ എനിക്ക് അവനോട് അതിശക്തമായ വെറുപ്പുണ്ടാകും. നര മനുഷ്യൻ നൽകുന്ന ഒരു മുന്നറിയിപ്പാണ്. 50 വയസ്സ് കഴിഞ്ഞൊരു മനുഷ്യൻ അള്ളാഹുവിന്റെ മുന്നിൽ ഒരു കാരണവും പറയാനില്ല. ആ പ്രായത്തിലും തെറ്റ് ചെയ്യുന്നെങ്കിൽ എനിക്ക് അവനോട് വല്ലാത്ത വെറുപ്പാണ്. രണ്ടാമത് ഞാൻ വെറുക്കുന്ന ആള് പിശുക്കനാണ്. പിശുക്കന്മാരോട് പൊതുവെ എനിക്ക് വെറുപ്പാണ്. എന്നാൽ സമ്പന്നനായ പിശുക്കൻ, ഇഷ്ടംപോലെ സമ്പത്തുണ്ട്, എന്നാലും പൈസ കൊടുക്കാൻ വലിയ മടിയാണ്, ആർക്കൊന്നും ചെലവാക്കൂല, ഇവനോട് എനിക്ക് വല്ലാത്ത വെറുപ്പാണ്. സമ്പത്ത് ചെലവഴിക്കുമ്പോഴാണ് സമ്പത്ത് വളർന്നുകൊണ്ടിരിക്കുക. കോരുന്ന കിണറിലാണ് ഉറവയുണ്ടാകുക. നാം 1 രൂപ കൊടുത്താൽ അള്ളാഹു നമുക്ക് നൽകുന്ന 10 രൂപയാണ്. അപ്പൊ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട്, എന്നിട്ടും കൊടുക്കാൻ മടിയാണ്. ഇങ്ങനെയുള്ള ആളുകളോട് വളച്ചൊരു വലിയ വെറുപ്പായി. മൂന്നാമതായി ഞാൻ വെറുക്കുന്ന ഒരു വിഭാഗം അഹങ്കാരിയായ ദരിദ്രനാണ്. കയ്യിലൊന്നുമില്ല, എന്നിട്ട് അഹങ്കാരത്തിന് കുറവൊന്നുമില്ല. മനുഷ്യന് സാധാരണ അഹങ്കാരം വരുന്നത് സമ്പത്തും കഴിവും ഒക്കെ ഉണ്ടാകുമ്പോഴാണ്. ഒന്നുമില്ലാത്തവൻ അഹങ്കരിക്കുകയാണെങ്കിൽ അവനോടും എനിക്ക് ഇഷ്ടമില്ല. ഞാൻ വെറുക്കുന്ന 3 വിഭാഗം ഈ 3 ആളുകളാണ്. മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്, അന്ത്യനാളിൽ മഹ്ശറിൽ വരുമ്പോൾ അള്ളാഹു തിരിഞ്ഞു നോക്കാത്ത 3 ആളുകളുണ്ട്. അവരോട് അള്ളാഹു സംസാരിക്കില്ല, അവരുടെ നേരെ അള്ളാഹു നോക്കുപോലുമില്ല. അതിലൊരു വിഭാഗമാണ് ഷെയ്ഖു സാനി, വ്യഭിചരിക്കുന്ന വൃദ്ധൻ. പ്രായം ചെന്നിട്ടും ഇതാണ് പരിപാടി അവർ. പിന്നെയും ആ രീതിയിലാണെങ്കിൽ അള്ളാഹു അവന്റെ നേരെ നോക്കൂല. മറ്റൊന്നാണ് ഈ പറഞ്ഞ അഹങ്കരിക്കുന്ന ദരിദ്രൻ, അവന്റെ നേരെ അള്ളാഹു തആല നോക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ആളുകളിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു വെറുക്കുന്ന 3 വിഭാഗത്തിൽ നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക